ഹായ് ഹലോ, ഇന്നൊരു ക്യാരറ്റ് തോരൻ റെസിപ്പി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവോള കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കടുക് വറുത്ത് അതിൽ കരിവേപ്പില കൂടെ ആഡ് ചെയ്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇനി ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ജീരകം, പിന്നെ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റ് നേരത്തെ കുക്ക് ചെയ്തപ്പോൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിലിരിക്കുന്ന ക്യാരറ്റിലോട്ട് ഈ തേങ്ങയുടെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ എനിക്ക് ഈ ക്യാരറ്റ് തോരൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് തോരൻ ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസൊക്കെ വീട്ടിലുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയ തോരൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ഓറഞ്ച് കളറിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.